അവന്റെ പേര് എല്ലാവരുടെയും അവന്റെ പേര് ഷറഫ് അലി എന്നാണ്. അവൻ കാസർഗോഡുകാരനാണ്. അവൻ എനിക്ക് ഈ സോഷ്യൽ മീഡിയ വഴിയാണ് ഫ്രണ്ട് ആയത്. ഇൻസ്റ്റഗ്രാം വഴിയാണ് അവൻ എനിക്ക് പരിചയം. അപ്പൊ ഒരു 6 മാസത്തോളം എനിക്ക് നല്ല പരിചയമുണ്ട്. കാരണം എന്നെ സപ്പോർട്ടായിട്ട് 6 മാസത്തോളം ഇവനായിട്ട് ഞാൻ ഓൾറെഡി വയനാട് കാര്യങ്ങളൊക്കെ പോയതുകൊണ്ട് നമുക്ക് അതിന്റെ വീഡിയോസും കാര്യങ്ങളും ഫോട്ടോസും ഒക്കെ നമ്മുടെ കയ്യിലുണ്ടല്ലോ. അപ്പൊ ആ ഒരു ധൈര്യത്തിലാണ് അത്. രണ്ടാം വിവാഹം ഒന്നും കഴിക്കുന്നത് ഒരു തെറ്റല്ല, പക്ഷേ ഷാജിദ അത് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേനും അത് ഭയങ്കര പ്രശ്നമായിട്ടുണ്ട്. അപ്പൊ ഈ പ്ലാൻ എപ്പോഴാണ് ഇട്ട് തുടങ്ങുന്നത്? ഈ പ്ലാനോ? അതായത് കല്യാണം എന്നുള്ളൊരു നാടക പ്ലാൻ അത് ഇപ്പൊ കുറച്ചായിട്ടുള്ളൂ. ഒരു കല്യാണത്തിന്റെ ആ ഒരു വീഡിയോ അതിന് ഇങ്ങനത്തെ കമന്റ്സുകൾ കണ്ടപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പ്രഷർ കയറിയിട്ട് ഞാൻ ചെയിന് ഫസ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചെയിന് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ കുറെ കമന്റ്സുകൾ കണ്ടു. അപ്പൊ ഞാനൊരു ബസ്സിലിരുന്ന് ഞാൻ എവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ഞാൻ പെട്ടെന്നൊരു ഷോർട്സ് ഇട്ടു. ഇനി ആരും എന്നെ വിധവ അങ്ങനെ ഇങ്ങനെ എന്നുള്ളത് പറയണ്ട, എന്റെ കല്യാണം ഓൾറെഡി ഉറപ്പിച്ചു, നിക്കാ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഷോർട്സ് ഇട്ടു. അത് ഇടേണ്ട താമസം അതെടുത്തു. ആ ഷോർട്സ് എടുത്തിട്ട് പിന്നെ അടുത്ത് ഷാജിദ കല്യാണം കഴിച്ചു എന്നുള്ള ആ ഒരു ഇതായി. അത് ശരിക്കും പറഞ്ഞ ഒരു 2 വീക്ക് അങ്ങനെയൊക്കെ ആയിട്ടുള്ളൂ ഈ സംഭവം എടുത്തിട്ട്. അവന്റെ പേര് എല്ലാവരുടെയും അവന്റെ പേര് ഷറഫ് അലി എന്നാണ്. അവൻ കാസർഗോഡുകാരനാണ്. അവൻ എനിക്ക് ഈ സോഷ്യൽ മീഡിയ വഴിയാണ് ഫ്രണ്ട് ആയത്. ഇൻസ്റ്റഗ്രാം വഴിയാണ് അവൻ എനിക്ക് പരിചയം. അപ്പൊ ഒരു 6 മാസത്തോളം എനിക്ക് നല്ല പരിചയമുണ്ട്. കാരണം എന്നെ സപ്പോർട്ടായിട്ട് 6 മാസത്തോളം ഇക്ക മരിച്ചിട്ട് ഒരു 6 മാസം കഴിഞ്ഞ് അവൻ എന്നെ പരിചയപ്പെട്ടു. അപ്പൊ എനിക്ക് ഫുള്ളി അവൻ സപ്പോർട്ടാണ്. അവൻ സപ്പോർട്ടായിട്ട് ഇക്ക മരിച്ചതിന് ശേഷം ഫുൾ സപ്പോർട്ടായിട്ട് ഇപ്പൊ ഏകദേശം ഒരു 6 മാസത്തോളം അവൻ നല്ല സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തിനും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരാളിനെ നമ്മൾ ഇങ്ങനെ ഇതാക്കുമ്പോ കുറച്ചുകൂടി ബെറ്റർ ആവുമല്ലോ. കാരണം വേറെ ഏതോ ഒരാളിനെ നമ്മൾ എടുത്തിടുന്നതും നമുക്ക് അറിയുന്ന ഒരാളിനെയും പിന്നെ ഇവനായിട്ട് ഞാൻ ഓൾറെഡി വയനാട് കാര്യങ്ങളൊക്കെ പോയതുകൊണ്ട് നമുക്ക് അതിന്റെ വീഡിയോസും കാര്യങ്ങളും ഫോട്ടോസും ഒക്കെ നമ്മുടെ കയ്യിലുണ്ടല്ലോ. അപ്പൊ ആ ഒരു ധൈര്യത്തിലാണ് അത് ഇട്ടത്. പക്ഷെ ഇത്രയ്ക്ക് മോശം കമന്റ്സുകൾ അല്ലെങ്കിൽ ഇത്രയ്ക്ക് ഇതാവും. പക്ഷെ ഞാൻ ഒരിക്കലും അവനാണ് എന്റെ കല്യാണം കഴിച്ചത് ഞാൻ എവിടെ പറയുന്നില്ല. അപ്പൊ ശരിക്കും ഇപ്പൊ ഇതൊരു ഡ്രാമ ആയിരുന്നുള്ളത് ഇപ്പൊ തുറന്നു പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് ആദ്യം ഒരു പേരോ കാര്യങ്ങളോ ഒന്നും വെളിപ്പെടുത്താതിരുന്നത്? കാരണം അവന്റെ ഇമേജ് പോണ്ടെന്ന് പറഞ്ഞിട്ടാണ് വെളിപ്പെടുത്താതിരുന്നത്. കാരണം അവനിക്കൊരു ഇമേജ് ഉണ്ടല്ലോ, അവന്റെ കുടുംബം കാര്യങ്ങള് ബാക്കിയുള്ളതൊക്കെ ഉണ്ടല്ലോ. നമ്മളൊരു കളിക്ക് നിന്നിട്ട് അവന്റെ ഒരു ഇത് പോവണ്ടെന്ന് പറഞ്ഞിട്ടാണ് പേര് പറയാണ്ടിരുന്നതും അവന്റെ കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ച് നാട് ഏതാന്നൊക്കെ പറയാണ്ടിരുന്നത്. സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അവർ ഫസ്റ്റ് ഞാൻ മക്കളും കൂടിയിട്ടുള്ള ടൈമില് ഇവര് കല്യാണം കഴിക്കില്ലേ എന്നുള്ള കമന്റ്സ് ആണ് കൂടുതലിട്ടുണ്ടായിരുന്നത്. അപ്പൊ നല്ല രീതിയിലല്ലേ ചോദിച്ചത്? കല്യാണത്തിന്റെ കാര്യത്തിലേക്ക് എത്തിയപ്പോ ഇവർക്ക് ഞാൻ കല്യാണം കഴിക്കുന്നത് തെറ്റായി തോന്നി. കല്യാണത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോ ഞാൻ അതൊരു എനിക്ക് നല്ല ആള് വന്നാൽ കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോ ഇവര് വേറെ അപ്പൊ ഇവരുടെ കമന്റ്സ് ഇവള് ഈ 5 മക്കളിനെ ഇട്ടിട്ട് കല്യാണം കഴിക്കാനുള്ള ആ ഒരു ഇതിലായി. അപ്പൊ ഇവരെന്തിനാ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലൊരു തീരുമാനം എടുത്താൽ അപ്പൊ വേറൊരു ഇങ്ങനത്തെ കമന്റ്സുകൾ വരാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോ ചെറിയ ചെക്കനെ കല്യാണം കഴിച്ചു അങ്ങനെയുള്ള കുറച്ച് കമന്റ്സുകൾ വരാൻ തുടങ്ങി. അതാണ് മാറി മാറിയിട്ട് ഇവര് സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ്. ഇപ്പൊ ഇവര് പറഞ്ഞ എനിക്ക് അഹങ്കാരം ഉണ്ട്, എനിക്ക് പൈസ വരാൻ തുടങ്ങി, ലക്ഷങ്ങൾ വരാൻ തുടങ്ങി, അപ്പൊ അവളുടെ അഹങ്കാരം അവള് കാണിക്കാൻ തുടങ്ങി. ഞാൻ പറയട്ടെ ഈ സബ്സ്ക്രൈബേഴ്സ് ആണ് നമ്മളിൽ ഇങ്ങനെ ആക്കി തീർത്തത്. അല്ല ഞാൻ പറയട്ടെ അടുത്തൊരു കണ്ടന്റ് ആയി ഷാജിനി കല്യാണം കഴിച്ചിട്ടില്ല, അവള് ഫ്രോഡ്. ഇപ്പൊ എന്തൊക്കെയാ വരുന്നറിയോ? മണി ട്രാപ്പ്. ഇവന് ഞാൻ ലക്ഷങ്ങൾ ഇവന്റെ മേടിച്ചിട്ട് ഇവനെ ഈ ചെറിയ ചെക്കനെ ഞാൻ പെടുത്തിയതാ, അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ വീഡിയോസ് വരുന്നത്. മണി ട്രാപ്പ് ആണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെയാണ് വരുന്നത്. അപ്പൊ ഇത് വലിയ വലിയ സംഭവത്തിലേക്കാണ് എത്തുന്നത്. കാരണം അവന്റെ ഇങ്ങോട്ട് പൈസ മേടിച്ചിട്ട് ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ടുള്ളൂ, ഇങ്ങോട്ടൊന്നും അവന്റെ പൈസ മേടിച്ചിട്ട് ഞാൻ ഒരു പരിപാടിയും ചെയ്യാം. എല്ലാം പുറത്ത് വന്നു. കാരണം ഈ വീഡിയോസ് ഒരുപാട് പേര് എടുത്തിട്ടപ്പോ ഇങ്ങനെ എന്റെ വീഡിയോസ് അത്യാവശ്യം പേര് ഇങ്ങനെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇത്രയും പേര് എടുത്തിടുന്ന എനിക്ക് അറിയില്ലായിരുന്നു. എടുത്തിട്ടപ്പോ കൂടുതൽ പ്രശ്നമായപ്പോ അവന്റെ വീട്ടില് പ്രശ്നമായി, അങ്ങനെയൊക്കെ കുറച്ച് സീൻസ് ഒക്കെ ആയി. അതുകൊണ്ട് പിന്നെ പേരും കാര്യങ്ങളെല്ലാം വന്നു, നാളും ഒക്കെ വന്നു. പക്ഷെ ഇപ്പോഴും ചെയ്തത് ശരിയാണെന്ന് ഷാജിദയ്ക്ക് തോന്നുന്നു. കാരണം ചെയ്തത് ശരിയല്ല. ഒരിക്കലും ഷാജിദയെക്കാട്ട് ചെറിയൊരു പയ്യനാണ്, ആളുടെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. ഞാൻ പറയട്ടെ 26 32 എത്ര ഇപ്പൊ ചെറിയ പയ്യനാ. എനിക്ക് ഞാനും കൂടിയിട്ട് 9 വയസ്സ് വ്യത്യാസം. ഒരു രണ്ടാം വിവാഹത്തിന് രണ്ടാം വിവാഹത്തിന് ഒരു പ്രായമൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഇതൊരു ഡ്രാമയാണ്. നിങ്ങൾ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇത് ചോദിക്കില്ല, കാരണം ഇത് തെറ്റായിരുന്നോ എന്ന് ഞാൻ ഒരിക്കലും ചോദിക്കില്ല. പക്ഷെ ഇതൊരു ഡ്രാമയാണ്. ആ ഡ്രാമ എന്ന് പറയുമ്പോഴത്തേന് ആള് കല്യാണം കഴിച്ചിട്ടില്ല, ആൾക്ക് ഇനി ഒരു കല്യാണം വരുമ്പോഴത്തേന് അത് പ്രശ്നമാവും, പിന്നെ ഫാമിലി ഭയങ്കരമായിട്ട് പ്രശ്നമായി. അപ്പൊ ഇതൊക്കെ തെറ്റല്ലേ ഷാജിദ ചെയ്തേ? തെറ്റാണ്. പക്ഷെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കൂടുതൽ വഷളാവും, അതിന് മുന്നേ നമുക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ചെയ്തിട്ട് ഇത് സ്റ്റോപ്പ് ആക്കണം എന്നുള്ള ഒരു രീതിയിലാണ്
ഞാൻ നിങ്ങൾക്ക് ഇന്റർവ്യൂ തന്നത് അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ എന്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ ഇതിനെ കുറിച്ച് ഇനി ഇടും, എന്തായാലും ഞാൻ ഇടണല്ലോ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് നമ്മൾ കാര്യങ്ങൾ പറയണല്ലോ. പക്ഷെ ഇതിന് സ്റ്റോപ്പ് ആവുന്നുണ്ട്, കാരണം ഓൾറെഡി ആരും വിളിക്കാതിരിക്കാൻ സ്റ്റോപ്പ് ആയാലില്ലേലും ഞാൻ നിർത്തി. അല്ല ഓൾറെഡി അവര് പറഞ്ഞോട്ടെ, ഓൾറെഡി ആരും വിളിക്കാതിരിക്കാനും അതായത് ഇനി ആരും ശല്യം ചെയ്യാതിരിക്കാനും ആണല്ലോ ഇതുപോലൊരു കല്യാണത്തിന് നാടകം കൊണ്ടുവന്നത്. പക്ഷെ ഇതിപ്പോ മൊത്തം പൊളിഞ്ഞ് കഴിഞ്ഞപ്പോ ഇത് തന്നെയല്ലേ മുമ്പോട്ടും നേരിടാൻ. അല്ല ഇനിയിപ്പോ കല്യാണ ആലോചനയായിട്ട് ഇനി ആരും വരുന്നില്ല, അത് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. അപ്പൊ ഇനി രണ്ടാമത് കല്യാണം കഴിക്കാനുള്ള ഇല്ല, അങ്ങനെ ഒരു ഉദ്ദേശം ഇല്ല എനിക്ക്. രണ്ടാമത് കല്യാണം ഒന്നുമില്ല. ഇനി മാവൻ വലുതായിട്ട് ഓൻ കെട്ടാന്നല്ലാണ്ട് ഞാൻ കെട്ടാനുള്ള പരിപാടി. ഷാജി അപ്പൊ ഇവരെന്താണ് വന്നിട്ട് ഇരുന്ന് പറഞ്ഞിട്ടിരിക്കണം? അതായത് ഇപ്പൊ ഇവർ ഈ ഒരു ഇന്റർവ്യൂ നിങ്ങൾ കണ്ടല്ലോ, അപ്പൊ ഈ ഇന്റർവ്യൂവിനകത്ത് ഇവർ പറയണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഇവരെ എല്ലാരും കൂടെ രണ്ടാം വിവാഹം കഴിക്കണം എന്നുള്ള പേരിനകത്ത് ഇവരെല്ലാരും കൂടെ അങ്ങനെ കുറ്റപ്പെടുത്തണേന്നൊക്കെ ഉള്ള രീതിക്കാണ് ഇവരിരുന്ന് സംസാരിച്ചിരിക്കണം. പക്ഷെ എന്താണ് ശരിക്കും ഉണ്ടായേക്കണെന്ന് നോക്കണേണെങ്കിൽ ഇവർ ഈ രണ്ടാം വിവാഹം കഴിക്കണത് ഒന്നും അല്ല ഇവിടുത്തെ വിഷയം. കാരണം ഇവരുടെ ഇപ്പൊ ഇവരുടെ ആ ഒരു ടൈമിനകത്തൊക്കെ എല്ലാവരും ഇവരുടെ കൂടെ നിന്നിട്ടുള്ളൂ. ഇവര് ഭർത്താവ് മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊരു ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് എല്ലാവരും ഒരു സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് നിന്നേച്ചത്. പിന്നെ ഇവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് എല്ലാവരും ഹെയ്റ്റായി മാറിയത്. കാരണം ഇവര് തന്നെ വന്നിട്ട് പറയാൻ തുടങ്ങി, അതായത് ഇപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞു എന്ന് വന്നിട്ട് പറയാ, പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം, കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പൊ ഇവർക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത രീതിക്കായി ഇവരുടെ കാര്യങ്ങൾ. പിന്നെ ഇവര് കാണുന്നവർ ഒരുമാതിരി മണ്ടന്മാരാക്കുന്ന രീതിക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ അതേപോലെ ഒരുത്തനെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞിട്ട് അവനെ പറ്റിച്ച് അവൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചെന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു സംഭവങ്ങൾ വന്ന്. അപ്പൊ അങ്ങനത്തെ പിന്നെ വേറൊരു പുള്ളികളുടെ ഫോട്ടോകള്, ഈ വേറെ പുള്ളികളുടെ ഫോട്ടോകള്, ഈ ഫോട്ടോ ഇട്ട് അതിനൊന്നല്ല ഞാൻ പറയുന്നത്. ഈ ഒരു ഫോട്ടോ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പുള്ളിക്കാരിയുടെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ് പിന്നെ ഈ ഫോട്ടോകളും വന്ന്. അപ്പൊ കാണുന്നവരെന്താ വിചാരിച്ചത്, ഇത് ഈ കല്യാണം കഴിച്ച ആളായിരിക്കും എന്നാണ് വിചാരിച്ചത്. അപ്പൊ അതിപ്പോ സ്വാഭാവികമായിട്ട് ആരാണെങ്കിൽ അങ്ങനെയാണ് വിചാരിക്കുള്ളൂ. അപ്പൊ ഇത് ക്ലാരിഫൈ ചെയ്യേണ്ടത് ആരാണ്? ഈ പറഞ്ഞ ഷാജിദ തന്നെയാണ്. എന്നിട്ട് അവർ അതൊന്നും ചെയ്യാണ്ട് ഇവര് നേരെ വന്നിട്ട് പിന്നെ എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സൈഡ്. ഇവർക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ല ഇവർ എന്തൊക്കെയാണ് പറഞ്ഞിട്ടിരിക്കണേന്ന്. ഇവര് ചുമ്മാ അങ്ങോട്ട് വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ടിരിക്കണേണ്. അപ്പൊ എനിക്ക് അത്ര കൊണ്ട് കണ്ടിട്ട് തോന്നിയിട്ട് ഇവര് ഇപ്പൊ നിർത്തിയെന്നൊക്കെ പറയുന്നുണ്ട്, ഇനി ഇതേപോലെ ഡ്രാമ ഒന്നും കളിച്ച് വരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്തായാലും ഒന്നും പറയാൻ പറ്റാത്ത കാര്യമാണ് ഇവർ. പിന്നെ ഇവര് പറഞ്ഞ വേറൊരു കാര്യമാണ്, ഈ ചെക്കനാണ് ഇവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചത്. അപ്പൊ ആ ഒരു കാര്യത്തിനകത്തൊന്നും നമുക്കൊരു ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇവരുടെ കാര്യത്തിനകത്താണ് എനിക്ക് വിശ്വാസക്കുറവുള്ളത്. ഇവരാണല്ലോ നമ്മളെ മണ്ടന്മാരാക്കുന്ന രീതിക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവരുടെ കാര്യത്തിൽ എനിക്ക് ഒരു വിശ്വാസമില്ല. അപ്പൊ നിങ്ങൾക്ക് എന്താണ് കണ്ടതെന്ന് തോന്നുന്നത്? നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ഇടാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ. എല്ലാവരും അടുത്തൊരു വീഡിയോ കാണുന്നവരെയും